അങ്ങനെ സുരേഷ് ഗോപിയുടെ അവസ്ഥ കട്ടപ്പുക എന്ന് വേണം പറയാൻ. തൃശ്ശൂര് ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് കേരളത്തിൽ താൻ എന്തോ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വന്ന സുരേഷ് ഗോപിക്ക് ഇതിലും വലിയ പണി ഇനി എന്തുണ്ട്? ഒരു മോദി മാജിക് ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുവരും, തൃശ്ശൂരിലെത്തിക്കും എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ ഇപ്പോൾ കാണാനേയില്ല. എന്ത് സംഭവിച്ചു? ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഇതൊരു വലിയ ദുരന്തമായി പോയി എന്ന് അദ്ദേഹം ചിന്തിച്ചു കാണാം. തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടം വഴി ഓടിച്ചു എന്ന് വിചാരിച്ച സുരേഷ് ഗോപിക്ക് TN പ്രതാപൻ കൊടുത്ത മറുപടി നല്ല മറുപടിയാണ്. ഒരു പ്രാവശ്യം പോലും തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ ചിത്രത്തിലോട്ട് വന്നില്ല എന്നുള്ളത് ഖേദകരമല്ലേ? ഇതിലും വലിയ നാണക്കേട് ഗോപിയേട്ടന് ഇനി എന്ത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു പ്രാവശ്യമെങ്കിലും ചിത്രത്തിലോട്ട് വന്നിരുന്നുവെങ്കിൽ സമാധാനപ്പെടാമായിരുന്നു. തൃശ്ശൂരിൽ ഗോപി ഒരു തരംഗമായിരുന്നു എന്ന് വേണമെങ്കിലും പറയാമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും ഒരു പ്രാവശ്യം ഒരു തരംഗം സൃഷ്ടിക്കാൻ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ശ്രമിച്ചിരുന്നു, ഒന്ന് ഞെട്ടിച്ചിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഗോപിയുടെ അവസ്ഥ അതിലും വലുത് ഇനി എന്ത് വരാനുണ്ട്? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ആറ്റിങ്ങലിൽ വീരവാദം മുഴക്കി CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകരെ നടു റോഡിൽ വെല്ലുവിളിച്ച് പ്രസംഗം നടത്തിയ ശോഭാ സുരേന്ദ്രൻ എന്നെ തടഞ്ഞതിനുള്ള മറുപടി താൻ നൽകുന്നത് തിരഞ്ഞെടുപ്പിലായിരിക്കുമെന്ന് വെല്ലുവിളിച്ചു പോയ ശോഭാ സുരേന്ദ്രന്റെ അവസ്ഥ അതീവ കഷ്ടം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അവിടെയും അടൂർ പ്രകാശിന് മുന്നിൽ ഒന്നുമല്ലാതെയായി പോയി ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ BJP പ്രതീക്ഷ വെച്ച നേതാക്കന്മാരൊക്കെ കണ്ടം വഴി ഓടിയിരിക്കുമ്പോൾ ഇനി കേരളത്തിൽ BJPക്ക് സ്ഥാനമില്ല എന്ന് ഉറക്കെ പറയാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.